നെക്സ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ശ്രീ കെ സി വേണുഗോപാൽ. കേരളത്തിലെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനെ തന്നെ ആക്കണമെന്ന് നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയും ഒരു തമ്പുരാനുണ്ട്. കെ സി വേണുഗോപാലിൻ്റെ തമ്പുരാൻ ആരാണ്? കെ സി വേണുഗോപാലിൻ്റെ തമ്പുരാൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയാണ് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് ഒരുപക്ഷെ വിലക്കയറ്റം ഇത്ര രീതിയിൽ കേരളത്തെ ബാധിച്ചിരിക്കുന്നത്. UDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. നമസ്കാരം. ഇപ്പോ കെ സി വേണുഗോപാൽ വീടുകൾ കയറിയിറങ്ങുന്ന ഒരു തിരക്കിലാണ്. അടുക്കളകളിലെ സംസാരങ്ങളും അരങ്ങത്തേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. എന്താണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നെക്സ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ശ്രീ കെ സി വേണുഗോപാൽ. പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് പറയുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റേത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനെ തന്നെ ആക്കണമെന്ന് നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കേരളത്തിന് അകത്തുള്ള കോൺഗ്രസ്സുകാർ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും മറ്റ് സംസ്ഥാനത്തെ കോൺഗ്രസ് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും അതോടൊപ്പം തന്നെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടും കൂടെ അദ്ദേഹം ഇരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിന് പുറത്തുള്ള എല്ലാ ആളുകളും ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയിൽ നിന്ന് കെ സി വേണുഗോപാൽ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം രാഷ്ട്രീയം അറിയാവുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറച്ചെങ്കിലുമൊക്കെ സംഘടനാ സംവിധാനം സജീവമാക്കാൻ സാധിക്കുന്ന ആളുകളെ ആ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് വീണ്ടും ഒന്നുകൂടി ഇന്ത്യയിൽ സജീവമാകുമല്ലോ എന്ന് സജീവമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ എന്നൊരു സിനിമയുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയ്ക്കകത്ത് തമ്പുരാൻ എസ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ടാണ് മോഹൻലാലിനെ അതിനകത്ത് മത്സരിപ്പിക്കുന്നതും വിജയിപ്പിക്കുന്നതും അതിനുശേഷം പിന്നീട് ആഭ്യന്തരമന്ത്രിയാക്കുന്നത് എന്ന് പറഞ്ഞതിന് സമാനമായ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയും ഒരു തമ്പുരാനുണ്ട്. കെ സി വേണുഗോപാലിൻ്റെ തമ്പുരാൻ ആരാണ്? കെ സി വേണുഗോപാലിൻ്റെ തമ്പുരാൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു കാരണവശാലും കെ സി വേണുഗോപാലിനെ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല. അതല്ലായിരുന്നെങ്കിൽ G23 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ വളരെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ ശക്തമായിട്ട് കെ സി വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നപ്പോഴും കെ സി വേണുഗോപാലിനെ ചേർത്ത് പിടിച്ചയാളാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയാണ് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിന്നെ വി ഡി സതീശനെ രമേശ് ചെന്നിത്തല വേറെ ആരെന്ത് പറഞ്ഞിട്ടും അതിനകത്തൊന്നും യാതൊരുവിധ കാര്യവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാലും വെറുതെ കെ സി വേണുഗോപാലിൽ അടുക്കളയിൽ കയറില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ള സിനിമ, ഈ സിനിമയ്ക്കകത്ത് ഈ മോഹൻലാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന സമയത്ത് അവിടെ ഒരു മറിയക്കുട്ടിച്ചേട്ടത്തിന് വീട്ടിൽ കയറുന്നുണ്ട്. ഈ മറിയക്കുട്ടിച്ചേട്ടത്തിന് വീട്ടിൽ കയറിയതിന് ശേഷം അവിടെയും കഴിക്കുന്ന കപ്പയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ കെ സി വേണുഗോപാൽ ആ ഒരു ചേട്ടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരാളുടെ വീടുകളിലാണ് കയറിയിട്ടുള്ളത്. അവിടെ കയറിയതിന് ശേഷം ആ ചേച്ചി പറയുന്നുണ്ട് ഇന്ന് നല്ല കപ്പയൊന്നും കിട്ടിയിട്ടില്ല. അത് ആ വീഡിയോ നമുക്ക് കാണാം ഇപ്പോൾ. അപ്പോൾ സെയിം ആയിട്ടുള്ള കപ്പയും മീൻകറിയും തന്നെയാണ് കെ സി വേണുഗോപാൽ ഇന്നലെ അവിടെ നിന്ന് കഴിച്ചത്. നമുക്ക് ഓർമ്മ വരുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണിത്. അന്നൊക്കെ ഉണ്ടായിരുന്ന സംവിധായകന്മാരൊക്കെ ഈ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് അതിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് നോക്കി. അതായത് മോഹൻലാൽ ഇങ്ങനെ കപ്പ എടുക്കുകയും ആ കപ്പയിലേക്ക് ചാളക്കറി കോരിയിട്ടിട്ട് ആ ഒരു ചാള ഇങ്ങനെ എടുത്ത് പൊക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ അയ്യേന്ന് വെക്കുന്നുണ്ട്. പുറകിൽ നിൽക്കുന്ന ജഗതി ശ്രീകുമാറിൻ്റെയൊക്കെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ അതാലോചിച്ച് നോക്കി. ഇതിന് സമാനമായ രീതിയിൽ തന്നെയല്ല കെ സി വേണുഗോപാൽ ഇന്നലെ കാണിച്ചത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാരും പറയുന്നു അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നു 10 കൊല്ലം വരെ. ഒരു കാര്യം അറിയാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നമുക്കൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം
കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ട് 64 രൂപ എടുത്തു കിഴങ്ങിന്. അതുപോലെ തന്നെ തക്കാളി, വെണ്ടയ്ക്ക എല്ലാത്തിനും വില കൂടുതലാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10, 15, 20 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച സാധനമൊക്കെയാണ് ഇപ്പൊ 40 രൂപ 50 രൂപയ്ക്കൊക്കെ വാങ്ങിക്കും. എല്ലാവരും വെളിച്ചെണ്ണക്കൊക്കെ ഇത്രയും വില കൂടിയില്ലേ? എങ്ങനെയും ജീവിക്കാനാണോ കുഞ്ഞുങ്ങളായിട്ട്? വെളിച്ചെണ്ണ കൂടി, അരി കൂടി, മുളക് കൂടി, മല്ലി കൂടി, എല്ലാത്തിനും വില കൂടുതലാണ്. ഈ ആഴ്ച വാങ്ങിച്ചത് 340, 360 രൂപയ്ക്കാണ് ഒരു കിലോ എണ്ണ വാങ്ങിച്ചത്. 360 രൂപയ്ക്ക് ഈ ആഴ്ച വാങ്ങിച്ചത്. ഗ്യാസിനാണ് സബ്സിഡി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അതില്ല. ഇപ്പൊ നമ്മള് 950 രൂപ കൊടുത്താൽ നമുക്ക് ഗ്യാസ് എടുക്കാൻ വരുന്നുള്ളൂ. പണ്ടൊരു 300 രൂപയെങ്കിലും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുമായിരുന്നു. ആ സമയം നമുക്ക് ഒരു സമയമാകുമ്പോ ഇത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. ഗ്യാസിലാകുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മണ്ണെണ്ണയും ഇല്ല. ഫ്രീയായിട്ട് മണ്ണെണ്ണ കിട്ടിക്കൊണ്ടിരുന്നതും പാഴായി. 84 രൂപ വേണം ഇപ്പൊ 1 ലിറ്റർ മണ്ണെണ്ണ നമ്മൾ മേടിക്കണം. നമ്മുടെ സാധനം നമ്മൾ വേലിയെടുക്കുന്ന പൈസ കൊണ്ട് ചെന്നാൽ നമുക്ക് കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടണം. വില കുറക്കണം, വരുമാനം കൂട്ടണം. ഈ റോഡ് എങ്ങനെയാണ് ഇതിനകത്ത് വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെയാണ് KC വേണുഗോപാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 60 രൂപയാണ് അരിക്ക് വില എന്നൊക്കെ പറയുന്നത്. 60 രൂപയുടെ അരിയുണ്ട് മാർക്കറ്റിൽ. അതേസമയം റേഷൻ കടകളിൽ നല്ല സുന്ദരമായ അരി കിട്ടും. അതിനകത്ത് സൗജന്യമായിട്ട് കിട്ടുന്ന അരിയുണ്ട്. അപ്പോൾ പറയുക കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. ആര് നൽകുന്നു ആയിക്കൊള്ളട്ടെ, റേഷൻ കടകളിൽ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ, വിലക്കയറ്റമില്ല എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. അത് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് ഒരുപക്ഷെ വിലക്കയറ്റം ഇത്ര രീതിയിൽ കേരളത്തെ ബാധിച്ചിരിക്കുന്നത്. അതായത് ഈ KC വേണുഗോപാലിനെ കുറിച്ച് തന്നെയാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KC വേണുഗോപാൽ കഴിവില്ലാത്തൊരു നേതാവാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹം കഴിവുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ, ഈ സുനിൽ കരകുരുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സുനിൽ കരകുരു എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതേപടി അനുകരിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി അഭ്യാസം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് നേട്ടമുണ്ടാക്കാമെന്നാണോ KC വേണുഗോപാൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? KC വേണുഗോപാലിൻ്റെ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ തന്നെ പേജിലാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഒരു 10 പൈസയുടെ വിവരവും ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുമോ? ഇപ്പോൾ MA ബേബിയെ സംബന്ധിച്ചിട്ട് MA ബേബി എല്ലാവർക്കും അറിയാം. അദ്ദേഹം കഴിക്കുന്ന പാത്രം അദ്ദേഹം തന്നെ കഴുകി വെക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ MA ബേബി എന്ന് പറയുന്നത്. പക്ഷേ ആ MA ബേബി കഴുകിയ പാത്രത്തെ ഇവിടെ പരിഹസിച്ച കോൺഗ്രസ്സുകാരൊക്കെ എവിടെ പോയി? അന്നും ഈ KC വേണുഗോപാൽ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. KC വേണുഗോപാൽ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? KC വേണുഗോപാൽ ചെയ്യുന്ന സമയത്ത് ബർമുടയും അല്ലാത്തവർ ചെയ്യുന്നവർ അത് വള്ളിക്കളസം എന്ന് പറയുന്നത് ശരിയാണോ? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാൽ ഇന്നലെ നടത്തിയിരിക്കുന്ന നാടകം KC വേണുഗോപാലിന് തന്നെ നെഗറ്റീവ് ആകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ UDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. ഇപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം VD സതീശൻ്റെ യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്വീകരണമൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും VD സതീശൻ ചില സ്ഥലങ്ങളിലൊക്കെ പ്രകോപിതമാകുന്നുണ്ട്. ഇപ്പോൾ പടക്കം പൊട്ടിച്ചതിന്റെ പേരിലൊക്കെ, അതായത് കടക്കുപുറത്ത് എന്ന് പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിന്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഇപ്പോഴും സൈബറിടങ്ങളിൽ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥലത്താണ് പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ സാധാരണ എല്ലാ നേതാക്കന്മാരും വരുന്ന സമയത്ത്, ഇതൊക്കെ പണ്ട് തുടങ്ങിയ ഉള്ള ശീലങ്ങളാണ്. നേതാക്കന്മാർ വരുന്ന സമയത്ത് പടക്കം പൊട്ടിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് VD സതീശൻ ക്ഷുഭിതനായിക്കൊണ്ട് പറയുകയാണ്, ആ പടക്കം പൊട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കസേരയിൽ നിന്ന് എടിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ കണ്ട് വിരളി പൂണ്ടിട്ടുള്ള, അതായത് VD സതീശൻ്റെ ഈ ഒരു യാത്ര കണ്ട് വിരളി പൂണ്ടിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ പ്രസക്തി കുറഞ്ഞു തുടങ്ങിയോ എന്ന് KC വേണുഗോപാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാൽ കേരളത്തിലെത്തുകയും കേരളത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ ഇതുപോലത്തെ നാടകങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഇദ്ദേഹം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുക്കൽ പോയിരുന്നായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഡൽഹിയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേര് മാറ്റി VBG റാം എന്നുള്ള പേരിലേക്ക് മാറ്റുന്ന സമയത്ത് അവർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തൊഴിലുറപ്പിൽ വരുന്ന സ്ത്രീകളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന കപ്പ കഴിച്ചിട്ടോ കാര്യമില്ല. ഇദ്ദേഹം പാർലമെന്റിലാണ് സംസാരിക്കേണ്ടത്. പാർലമെന്റിൽ എണീറ്റ് നിന്നിട്ട് ഒരു തരത്തിലും ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല, ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്ന് ഉറക്കെ പറയാനുള്ള ഒരു ആർജവമാണ് KC വേണുഗോപാൽ കാണിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകളുടെ അടുക്കൽ വന്നിരുന്നിട്ട് അവർ വേയിച്ചു കൊണ്ടുവന്നിട്ടുള്ള കപ്പ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അതിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഒരു നാടകമാണ് ഇന്നലെ എവിടെ നടന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു വീട്ടിലേക്കിൻ്റെ അടുക്കളയിലേക്ക് കയറിച്ചിരുന്നു, അവിടെ പല പല പാത്രങ്ങൾ എടുത്തു നോക്കുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ആ വീട്ടുകാർ KC വേണുഗോപാലിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നു. ആ ചേച്ചി വല്ലാണ്ട് പാടുപെടുന്നുണ്ട് അതിനകത്തൊന്ന് അഭിനയിച്ചെടുക്കാൻ വേണ്ടി. കാരണം ആ ചേച്ചിക്ക് അഭിനയം വശമില്ല. കാരണം സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരത്തിയാണ്. അപ്പോൾ ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളം പറയാനായിട്ട് വേണം. ഇപ്പോൾ ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിച്ചു പോകാൻ പറ്റും. സ്വാഭാവികമല്ലേ, ആളുകളുടെ ശമ്പളത്തിലൊക്കെ വർധനവ് വന്നിട്ടില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ജീവിത ചെലവുകൾ വർദ്ധിച്ചിട്ടില്ലേ? ജീവിത ചെലവുകളും അതിനനുസരിച്ച് വർധനം ഉണ്ടാവുമല്ലോ. അത് കൂടാണ്ട് റേഷൻ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അരി കിട്ടുന്നേ. അത് അവർക്ക് അറിയാൻ പാടില്ലാണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല അരി കിട്ടും. അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാലും സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാതെ KC വേണുഗോപാൽ അവിടെ ചെന്നിട്ട് ഇത് പിന്നെ വില കൂടുതലാണല്ലേ, ഇത് പണ്ട് അതായത് ആ ചേച്ചിയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ, അത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനം തിരിച്ചറിയത്തില്ലേ? അതുകൂടാണ്ട് തന്നെ ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ മാഷിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ പോലില്ല പാവ മനുഷ്യന്, അദ്ദേഹത്തെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം കണ്ട MV ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വീകരണ സ്ഥലത്ത് വെച്ചിട്ട് വാർദ്ധക്യ പെൻഷൻ തിരിച്ചു കൊടുക്കുന്ന ഒരു വൃദ്ധനെ നമ്മൾ കണ്ടതാണ്. ആ വൃദ്ധന്റെ അടുക്കൽ പോയിട്ട് ഏതോ ഒരു കോൺഗ്രസിന്റെ സൈബർ കൊണ്ട് പോയിട്ട് ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ കുത്തിയിളക്കി അദ്ദേഹത്തെ കൊണ്ടൊരു വീഡിയോ ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം ഇന്ന് ആ വൃദ്ധൻ അത് ഹൃദയം പൊട്ടി നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. താൻ എപ്പോഴും പാർട്ടിയോട് കൂറുള്ള ഒരാളാണ്, താനത് മനസ്സറിഞ്ഞ് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ കുറച്ചുകൂടി ഒരു മാന്യത പാലിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് കൂടാതെ തന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒരു ദേശീയ നേതാവാണ്. ആ KC വേണുഗോപാൽ 30-35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയുടെ ഒരു സീനിലെ നായകനായിട്ട് മാറുന്ന അവസ്ഥ വിശേഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് KC വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കളങ്കമാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുക.